بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നാമുമായി ബന്ധപ്പെട്ടവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിലേക്കുള്ള അമലുകൾ ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ പൊരുത്തം ആർജിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് നന്മകളുടെയും തിന്മകളുടെയും വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരികയുണ്ടായി. നന്മയുടെ വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. തിന്മയുടെ വഴികളിലൂടെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. രണ്ട് വഴികളും റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതും ചീത്തയും മനസ്സിലാക്കി നല്ലത് തിരഞ്ഞെടുക്കുവാൻ നമ്മളോട് കൽപ്പിച്ചു. ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാം സന്നദ്ധരാകേണ്ടതുണ്ട്, തയ്യാറാകേണ്ടതുണ്ട്. മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. തിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹാ ബിമാ കുന്തും തഅമലൂൻ. സ്വർഗം നിങ്ങൾക്ക് അനന്തരമായി ലഭിക്കപ്പെടുന്നത്. ആ സ്വർഗത്തിൽ നമ്മുടെ മാതാപിതാക്കളാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും പ്രവേശിച്ചവരാണ്, വസിച്ചവരാണ്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തേക്ക് അല്ലാഹു തആല അയക്കുകയുണ്ടായി. ആ സ്വർഗമാകുന്ന മാതാപിതാക്കളുടെ ഭവനത്തിലേക്ക് ഭവനം അനന്തരമായി നമുക്ക് അല്ലാഹു തആല നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്തിൻ്റെ പേരിലാണ്? ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന അമലിൻ്റെ പേരിൽ. അപ്പോൾ അമലിൻ്റെ കുറച്ചിലുകൾ അതിൻ്റെ അളവനുസരിച്ചു കൊണ്ടായിരിക്കും സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക. സ്വർഗങ്ങൾ തന്നെ ആനന്ദകരമായ ഏറ്റവും ഉന്നതമായ പദവി ഉള്ളതുമുണ്ട്, താഴെ പദവിയിലുള്ളതുമുണ്ട്. മനുഷ്യൻ്റെ അമലുകൾക്കനുസരിച്ചു കൊണ്ടാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ആ അളവുകൾ, ആ പദവികൾ നൽകുന്നത്. നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗം നമുക്ക് നൽകണമെങ്കിൽ നരകത്തിൻ്റെ വിറകുകൊള്ളികളാകാതെ, നരകത്തിൽ ആപതിക്കാതെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ അമലുകൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് ജീവിക്കണം. പ്രവാചകനെ അംഗീകരിക്കണം. പ്രവാചകൻ കൽപ്പിച്ചതും നിരോധിച്ചതും മനസ്സിലാക്കി നാം ജീവിക്കേണ്ടവരാണ്. സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന പദവിയുള്ളവരുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു, താഴ്ന്ന പദവിയുള്ളവരുണ്ട് എന്നും സൂചിപ്പിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആ ഹദീസിൽ മഹാനായ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? ഇന്നി ലഅഅലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ. തീർച്ചയായും എനിക്കറിയാം നരകത്തിൽ നിന്ന് പുറപ്പെടുന്ന നരകവാസികളിൽ അവസാനത്തെ ആൾ ആരാണെന്ന് എനിക്കറിയാം. മഹാനായ നബി തങ്ങൾ പറയുകയാണ്, സ്വർഗവാസികളിൽ
സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളെയും എനിക്കറിയാം. അപ്പം നരകത്തിൽ നിന്ന് അവസാനമായി പുറപ്പെടുന്നയാളെ എനിക്കറിയാം, സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്നയാളെയും എനിക്കറിയാം. അപ്പം നരകത്തിൽ നിന്ന് അവസാനം പുറത്തേക്ക് വരുന്ന ആൾ, സ്വർഗത്തിൽ അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നയാൾ, ഇവർ രണ്ടുപേരെയും, ഈ രണ്ട് വ്യക്തികളെയും എനിക്കറിയാമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാരാണെന്ന് മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. റജുലുൻ, ഒരാളാണ്, യഖ്റുജു മിനന്നാരി, നരകത്തിൽ നിന്ന് അയാൾ പുറത്തേക്ക് വരും, പുറപ്പെടുവിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റ് അമ്പിയാക്കളും തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അനുവാദം കൊടുക്കും നരകത്തിൽ നിന്ന് ശഫാഅത്ത് ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ആ നരകത്തിൽ നിന്ന് കൈപിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തആല അനുവാദം കൊടുക്കും. അങ്ങനെ നരകത്തിൽ നിന്ന് അവസാനമായി പുറത്തു വരുന്നത് ഒരാളാണ്. ഹബുവൻ, മുട്ടിലെഴഞ്ഞുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് വരിക. മുട്ടിലെഴഞ്ഞുകൊണ്ടാണ് അയാൾ നരകത്തിൽ നിന്ന് പുറത്തു വരിക. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അല്ലാഹു തആല പറയുമ്പോൾ അയാൾ ഫയതിഹ, സ്വർഗത്തിലേക്ക് ചെല്ലും, സ്വർഗത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. ഫയുഹയ്യലു ഇലൈഹി അന്നഹ മൽഅ, സ്വർഗമൊക്കെ നിറഞ്ഞതായി അയാൾക്ക് തോന്നുകയാണ്, അയാൾ ഭാവിക്കുകയാണ്. സ്വർഗം നിറഞ്ഞതായിട്ട് അയാൾക്ക് തോന്നുകയാണ്, കാണുകയാണ്. ഫയർജു, അയാൾ മടങ്ങി വരും. അപ്പോൾ അല്ലാഹു തആലയോട് അയാൾ പറയും, യാ റബ്ബി വജത്തുഹ മൽഅ, സ്വർഗം നിറഞ്ഞതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാഹുവേ. അല്ലാഹു തആല പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയി സ്വർഗത്തിൽ പ്രവേശിക്കെന്ന് വീണ്ടും പറയും. അയാൾ വീണ്ടും സ്വർഗത്തിനടുക്കിലേക്ക് വരും. അപ്പോഴും സ്വർഗം നിറഞ്ഞതായിട്ടാണ് അയാളുടെ ഭാവനയിൽ കാണുന്നത്. അയാൾ വീണ്ടും മടങ്ങി വന്നുകൊണ്ട്, യാ റബ്ബി വജത്തുഹ മൽഅ, സ്വർഗം നിറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഭാവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, പോയി സ്വർഗത്തിൽ പ്രവേശിക്ക്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഫഇന്ന ലക മിസ്ല ദുനിയ വ അശറതു അംസാലിഹ, നിനക്ക് ദുനിയാവ് പോലുള്ള അത്രയും വലിപ്പമുള്ള സ്വർഗം, തീർന്നില്ല, അതിൻ്റെ 10 ഇരട്ടി പോലെയുള്ള വലിപ്പമുള്ള സ്വർഗം നിനക്കുണ്ട്. ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, തസ്ഖറുബി ഔ തദ്ഹഖുബി വ അൻതൽ മലിക്, പടച്ചോനെ, നീ രാജാതിരാജനല്ലേ, നീ എന്നെ പരിഹസിക്കുകയാണോ, എന്നെ കൊണ്ട് നീ ചിരിക്കുകയാണോ? റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആ മനുഷ്യൻ ചോദിക്കും. അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ, ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ സംഭവം വിവരിച്ചിട്ട് നബിതങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങളെ ഞാൻ കണ്ടു, ലഹിക, നബിതങ്ങൾ ചിരിച്ചതായിട്ട്, ഹത്താ ബദത്ത് നവാജിദുഹു, തങ്ങളുടെ അണപ്പല്ലുകൾ വ്യക്തമാകുന്ന നിലയിൽ തങ്ങൾ ചിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഫക്കാന യഖൂൽ, എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞിരുന്നു, ദാലിക അദ്ന അഹ്ലിൽ ജന്നത്തി മൻസില, ഇതാണ് സ്വർഗവാസികളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള താഴ്ന്ന ഭവനം, ദുന്യാവും അതിൻ്റെ 10 ഇരട്ടി വലിപ്പവുമുള്ള സ്വർഗം. ഏറ്റവും താഴ്ന്ന പദവിയാണത്. അവസാനമായി നരകത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാൾക്ക് കൊടുക്കുന്ന പദവിയാണ് ദുന്യാവും അതിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം. പ്രിയമുള്ള സത്യവിശ്വാസികളെ മനസ്സിലാക്കണം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങളോട് അള്ളാഹുവിനോട് ചോദിച്ചതായിട്ട് നബിതങ്ങൾ പറഞ്ഞത് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, മാ അദിന അഹ്ലിൽ ജന്നത്തി മൻസില, സ്വർഗവാസികളിൽ ഏറ്റവും താഴ്ന്ന സ്വർഗം ലഭിക്കുന്ന ആളേതാ, ഏത് സ്ഥാനമാണ്, ഏത് പദവിയാണ് ഏറ്റവും താഴ്ന്ന പദവി? അള്ളാഹ് പറയും മൂസാ നബിയോട്, ഹുവ റജുലുൻ യജീഉ ബഅദ മാ ഉദ്ഖില അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗവാസികളെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരാൾ വരും, അയാളോട് ഉദ്ഖിൽ ജന്നത്ത, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയും. അപ്പോൾ അയാൾ ചോദിക്കും, ഐ റബ്ബി കൈഫ വഖദ് നസല നാസു മനാസിലഹും വഅഖദു വഖദാതിഹിം,
അള്ളാഹുവേ, ജനങ്ങളെല്ലാവരും അവരുടെ ഭവനങ്ങളിൽ, അവരുടെ സ്വർഗങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവർ സ്വീകരിക്കേണ്ടതും അവരെടുക്കേണ്ടതെല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അല്ലാഹു തആല അയാളോട് പറയും, ദുന്യാവിലെ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവിൻ്റെ അധികാരം പോലുള്ളത് നിനക്കുണ്ടാകുന്നത് നീ തൃപ്തിപ്പെടുന്നുണ്ടോ? നിനക്ക് ലഭിക്കുന്നത് ദുന്യാവിലെ രാജാക്കന്മാരിൽ ഒരു രാജാവിൻ്റെ അധികാരം പോലുള്ളത് നിനക്ക് ലഭിക്കുന്നത് നീ തൃപ്തിപ്പെടുന്നുണ്ടോ? അയാൾ പറയും, റബ്ബേ, ഞാൻ തൃപ്തിപ്പെട്ടു. അല്ലാഹു പറയുന്നു, ആ പദവിയും അതുപോലുള്ളതും 4 പ്രാവശ്യം അതുപോലുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല 5-ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, റബ്ബേ, ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹു തആല പറയാണ്, ഹാദാ ലക വ അശ്റതു അംസാലിഹി, 5 ഈ ഒരു അധികാരം അതുപോലുള്ള 10 ഇരട്ടി അധികാരവും നിനക്ക് തരും. വലക്ക മഷ്തഹത്ത് നഫ്സുക, നിന്റെ മനസ്സ് എന്താഗ്രഹിക്കുന്നു അതെല്ലാം നിനക്കുണ്ട്. വലദത്ത് ഐനുക, നിന്റെ കണ്ണ് ആനന്ദം കൊള്ളുന്നത് എന്താണോ അതെല്ലാം നിനക്കുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ റളിയത്തു റബ്ബേ, ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയും. മൂസാ നബി അള്ളാഹിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ഏറ്റവും ഉയർന്ന സ്ഥാനം, ഏറ്റവും ഉയർന്ന പദവി അതെന്താ? അപ്പം അള്ളാഹു പറയും, അത് ഒരു കൂട്ടർക്ക്, ഞാൻ ഉദ്ദേശിച്ച ഒരു കൂട്ടർക്കുള്ളതാ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യഹൃദയത്തിലും ഉദിക്കാത്ത അത്രയ്ക്കും ഉത്കൃഷ്ടമായ പദവി ലഭിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ, നൽകുന്ന വ്യക്തിയാണ്, അവർക്കാണ് ആ ഉന്നതമായ പദവി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബിയോട് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് മുഗീറത്ത് ഇബ്നു ശുഅബ നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനെ അനുസരിച്ച് ജീവിക്കുന്ന, അവന് വഴിപ്പെടുന്നവർക്ക് അമലുകൾ ചെയ്യുന്നത് അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഗ്രേഡുകൾ കൂടുകയും കുറയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട്, നമ്മുടെ അമലുകൾ കൊണ്ടല്ല, അവൻ്റെ കാരുണ്യം കൊണ്ട്, മഹദ് ഫദ്ല് കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നാം എവരെയും, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന്, ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എല്ലാറ്റിൽ നിന്നും അല്ലാഹു തആല നമുക്ക് വിടുതൽ നൽകി, മോചനം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.